നല്ല മഴക്കാലമാണല്ലോ ഇപ്പോൾ. വീടിന് പുറത്തിറങ്ങാതെ ഇങ്ങനെ തണുപ്പത്ത് ചടഞ്ഞുകൂടി വീട്ടിലിരിക്കുമ്പോൾ നല്ല ചൂട് ചപ്പാത്തിയും ചിക്കൻ കറിയും കിട്ടിയാലോ എന്നാരാണ് ആഗ്രഹിക്കാത്തത്? വെൽക്കം ടു ബീനാസ് സീക്രട്ട് ഫ്ലേവേഴ്സ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഒരു അടിപൊളി പെപ്പർ ചിക്കൻ റോസ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല എരിവൊക്കെയുള്ള എന്നാൽ എളുപ്പത്തിലുണ്ടാക്കാവുന്ന ഒരു ചിക്കൻ റോസ്റ്റാണിത്. ചപ്പാത്തിക്കും ചോറിനുമൊക്കെ ഒപ്പം കൂട്ടാൻ നല്ല ബെസ്റ്റാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ഞാനിവിടെ 400 ഗ്രാം ചിക്കനാണ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളത്. നമുക്കിത് മാരിനേറ്റ് ചെയ്ത് അല്പസമയം വെക്കണം. അതിനായി ഒരു ബൗളിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ വീതം പെരുംജീരകപ്പൊടിയും ഗരം മസാലയും, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഒരു പകുതി നാരങ്ങയുടെ നീര് പിഴിഞ്ഞെടുത്തത്, ഇത്രയും ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം മാത്രം കയ്യിൽ നനച്ച് ഇതിനൊരു കുഴമ്പ് രൂപത്തിലാക്കി എടുക്കാം. ഇതിലേക്കാണ് നമുക്ക് മാരിനേറ്റ് ചെയ്യാനുള്ള ഈ 400 ഗ്രാം ചിക്കൻ ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിവിടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇപ്പോൾ ചേർത്തത്. ഇനി ഇതിനെ കൈകൊണ്ട് നന്നായി നമുക്ക് മിക്സ് ചെയ്യാം. ഇനി ഈ മാരിനേറ്റ് ചെയ്ത ചിക്കനെ നമുക്ക് അരമണിക്കൂർ നേരത്തേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞത്, ഒരു 15 ചെറിയ ഉള്ളി, ഒരു ചെറിയ തക്കാളി അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 3 പച്ചമുളക്, കുറച്ച് മല്ലിയില, വെളിച്ചെണ്ണ, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ചില്ലി ഫ്ലേക്സ്, കുരുമുളക് പൊടി, ഗരം മസാല, കുറച്ച് തേങ്ങാപ്പൂള്, പിന്നെ നമുക്ക് താളിക്കാൻ ആവശ്യമായ കടുക്, വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ നമ്മുടെ മാരിനേറ്റ് ചെയ്ത ചിക്കനും. നമുക്ക് സ്റ്റൗ കത്തിച്ച് കടായി അടുപ്പിൽ വെച്ച് കൊടുക്കാം. കടായി ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 2 ടീസ്പൂൺ നെയ്യും ഒഴിച്ചു കൊടുക്കാം. പെപ്പർ ചിക്കന് നല്ല എരിവുണ്ടാകും എന്നുള്ളത് കൊണ്ടും പിന്നെ നമ്മുടെ കറിക്ക് നല്ലൊരു സ്പെഷ്യൽ ഫ്ലേവർ കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മളിവിടെ നെയ്യ് ചേർത്ത് കൊടുത്തത്. ഇനി ഇത് നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് കടുകിട്ട് പൊട്ടിച്ച് കറിവേപ്പിലയും വറ്റൽമുളകും ഒക്കെ ഇട്ട് താളിച്ച് കൊടുക്കാം. ഈ താളിപ്പ് എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അത് മൂത്ത് വരുമ്പോഴേക്കും നമുക്കിനി ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങാപ്പൂളാണ്. നമുക്ക് കുറേശ്ശെയായിട്ടത് ഇട്ട് കൊടുക്കാം. ഇത് ഒരുപാട് മൂത്ത് ബ്രൗൺ കളറിലൊന്നും ആകണ്ട, ചെറിയതായിട്ട് ഒരു നിറം മാറി കിട്ടിയാൽ മാത്രം മതി. ഇനി ഇത് മൂത്ത് വരുമ്പോൾ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ തീയിൽ തന്നെ വെച്ചതിനെ ഇളക്കി കൊടുക്കുക. ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ അതിൻ്റെ നിറം മാറി കിട്ടും. ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് നിറം മാറുമ്പോൾ നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് നോക്കിയത് പെട്ടെന്ന് തന്നെ വെന്ത് നല്ല ഗ്രേവി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ചെറിയ ഉള്ളിയും സവാളയും ഒക്കെ ഒരു ചെറിയ ബ്രൗൺ നിറമായി തുടങ്ങിയിട്ടുണ്ട്. നമുക്കല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു അല്പസമയം നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് തുറന്നിട്ട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നത് ഒരു 1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഈ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ആദ്യമേ ചേർത്ത് കൊടുത്താൽ അത് അടിക്ക് പിടിച്ച് ബ്രൗൺ നിറമായി തീരും. അതുകൊണ്ടാണ് നമ്മൾ ഉള്ളി ഏകദേശം ഒന്ന് വഴഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുത്തത്. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഇത് ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഏകദേശം നന്നായി വെന്ത് കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ നമുക്കിനി മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മസാലയുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നമ്മൾ ചെറിയ തീയിലിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി നമുക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ വെള്ളം അല്പവും ഇപ്പം നമ്മൾ ഒഴിച്ചിട്ടില്ല. ഇനി ഇതൊരല്പനേരം അടച്ചു വയ്ക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നല്ല കുറച്ച് നിറമൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി മസാല കരിഞ്ഞു പോകാതിരിക്കാൻ ഞാൻ ആ മസാല ഇടുന്ന ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്.
കൂടാതെ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഒരു ചെറിയ തക്കാളിയുടെ കഷ്ണങ്ങളും അല്പം മല്ലിയിലയും 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇറങ്ങി വെന്ത് വരണം. അപ്പോൾ നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. തക്കാളിയൊക്കെ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്ത് കഷ്ണങ്ങളൊക്കെ ഒന്ന് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് ചെറിയ തീയിൽ തന്നെ നമുക്ക് അടച്ചു വയ്ക്കാം. അതിന് മുൻപ് അരിഞ്ഞു വെച്ചിരിക്കുന്നതിൽ നിന്ന് കുറച്ച് പച്ചമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 3 മിനിറ്റോളം ആയിട്ടുണ്ട്. വീണ്ടും ഇളക്കി കൊടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ ഞാൻ സ്പാറ്റില കൊണ്ടൊന്ന് ചെറുതായി ഉടച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെയും വെള്ളം ചേർത്തിട്ടില്ല. ഇങ്ങനെ ഡ്രൈ ആയിട്ട് തന്നെ മതിയെന്നുള്ളവർക്ക് ഇപ്പോൾ തന്നെ ഇങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം. ചിക്കൻ ഏകദേശം വെന്തിട്ടുണ്ട്. പക്ഷേ ഞാനിവിടെ ചപ്പാത്തിക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് കുറച്ചുകൂടി വെള്ളം ചേർത്ത് ഒന്ന് എടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു കഷ്ടിച്ചൊരു 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി കിട്ടാൻ വേണ്ടിയാണിത് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരുപാട് വെള്ളമില്ല. ഇത് ഏകദേശം ഡ്രൈ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1.5 ടീസ്പൂൺ കൂടി നമ്മുടെ പെപ്പർ ചേർത്ത് കൊടുക്കാം. ഇത് പെപ്പർ ചിക്കൻ ആണല്ലോ, പെപ്പറിൻ്റെ രുചിയാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. അല്പം മല്ലിയിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. എരിവ് കുറച്ച് മതി എന്നുള്ളവർക്ക് ഈ സ്റ്റെപ്പ് ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് ഒന്നുകൂടി അടച്ചു വെച്ച് കൊടുക്കുകയാണ്, ആ വെള്ളമൊക്കെ നന്നായി ഒന്ന് വറ്റി വരാൻ വേണ്ടി. ഇപ്പോൾ ഇതാ നമ്മുടെ രുചികരമായ പെപ്പർ ചിക്കൻ റെഡിയായി വന്നിട്ടുണ്ട്. അതിൻ്റെ നിറമൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം, നല്ല രുചിയും നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് വെന്ത് കഴിഞ്ഞു. നമുക്കിതിലേക്ക് അല്പം മല്ലിയില കൂടി തൂവി കൊടുക്കാം. എന്നിട്ട് നമ്മുടെ സ്റ്റവ് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതാ ചപ്പാത്തിക്കും ചോറിനും ഒക്കെ പറ്റിയ നല്ല പെപ്പർ ചിക്കൻ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് തയ്യാറാക്കാൻ കഷ്ടിച്ചൊരു 15-20 മിനിറ്റുകൾ മതി. നമുക്കിതിനെ ഒരു സെർവിങ് ബൗളിലേക്ക് പകർന്നു വെക്കാം. കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട്. പെപ്പറിൻ്റെ എരിവ്, നമ്മൾ ചേർത്ത് കൊടുത്ത നെയ്യിൻ്റെ നറുമണം, ഇതെല്ലാം കൂടി ചേർന്ന് നല്ല അടിപൊളി ഗ്രേവിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് വളരെയേറെ ഇഷ്ടപ്പെടും. ഇനി നിങ്ങൾക്ക് എരിവ് കുറച്ച് മതിയെങ്കിൽ പെപ്പറിൻ്റെ അളവ് കുറച്ച് കൊടുത്താൽ മാത്രം മതി. ബാക്കി എല്ലാ സ്റ്റെപ്പും ഇതുപോലെ ഫോളോ ചെയ്താൽ മതി. നല്ല രുചിയുള്ള പെപ്പർ ചിക്കൻ നിങ്ങൾക്കും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കി ഫീഡ്ബാക്കൊക്കെ എനിക്ക് തരുമല്ലോ. നമ്മുടെ ബീന സീക്രട്ട് ഫ്ലേവർ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും. അടുത്ത വീഡിയോയുമായി നമുക്ക് ഉടൻ തന്നെ കാണാം. താങ്ക് യു.